എടാ ഞാനേ നിനക്കിപ്പോ ഒരു 100 രൂപ തന്നോന്ന് വിചാരിക്കും. രാത്രി ആകുമ്പോഴേക്കും നീ എത്ര രൂപ ബാലൻസ് വെച്ചിട്ടുണ്ടാവും? 100 രൂപയല്ലേ? അതൊക്കെ കിട്ടിയ പാടെ ചെലവാവും. എടാ നിനക്ക് തീരെ FQ ഇല്ല അല്ലേ? IQ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താ FQ? FQ എന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയൂല, നിങ്ങൾക്കും അറിയൂല അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ IQ EQ ഒക്കെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കമ്പൾസറി ആയിട്ടും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് FQ, അതായത് ഫിനാൻഷ്യൽ ക്വോഷ്യന്റ്. നിങ്ങളുടെ കയ്യിലുള്ള പൈസനെ പ്രോപ്പർ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാനും സേവ് ചെയ്ത് ഗ്രോ ചെയ്ത് മാനേജ് ചെയ്യാനുള്ള കഴിവാണ് FQ. ആൻഡ് അതിവിടെ പലർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ശമ്പളം കിട്ടിയ പാടെ എല്ലാം ചെലവായി പോകുന്നത്. ആൻഡ് FQ കുറയാനുള്ള റീസൺ ആയിട്ട് നമ്മൾ പലരും ഡെയിലി ബേസിസിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പൈസ കിട്ടിയ പാടെ എല്ലാം ചെലവായി പോകുന്നു. അതിനുള്ള പ്രധാന റീസൺ ആണ് കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് കീപ്പ് ചെയ്യാത്തത്. പ്രത്യേകിച്ച് ഇപ്പോ ഈ ഗൂഗിൾ പേയും പേടിഎം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ചെലവാക്കാനുള്ള ടെംപ്ടേഷൻ നമുക്ക് വരുന്നുണ്ട്. സോ കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഇനി മുതൽ കീപ്പ് ചെയ്യാം. സെക്കൻഡ് ആണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഒരു അനാവശ്യ ചെലവാണെന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് എടുക്കാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു എമർജൻസിയിൽ വരുമ്പോഴാണ് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് ഫിനാൻഷ്യലി നമുക്ക് ടോട്ടൽ ഡൗൺ ആവുന്നത്. സോ ഇൻഷുറൻസ് ഇനി മുതൽ ഇഗ്നോർ ചെയ്യാതിരിക്കുക. തേർഡ് വൺ ആണ് ലേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് നല്ല ജോലി കിട്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല സാലറി കൂട്ടി കിട്ടിയിട്ടോ തുടങ്ങാന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ശമ്പളം കിട്ടിയിട്ടും നല്ല പൈസ കിട്ടിയിട്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ. സോ നല്ല ഒരു ജെനുവിൻ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്ത് സൊസൈറ്റിയിൽ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് ബാങ്ക് ബാലൻസ് കളയുന്നവരും ബാങ്ക് ബാലൻസിന് വേണ്ടിയിട്ട് സ്റ്റാറ്റസ് കളയുന്നവരും ഉണ്ട്. സോ നമ്മൾ സ്കൂളിൽ പഠിച്ച IQ ഒക്കെ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി മുതൽ FQ പഠിച്ചു തുടങ്ങാം. അപ്പോൾ FQ ഡെവലപ്പ് ചെയ്യാനുള്ള പണി ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. നിങ്ങളുടെ FQ ഇല്ലാത്ത ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാം.